കോതമംഗലം ബ്ലോക്കിൽ ജൈവ കാർഷിക മിഷന്റെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. കോതമംഗലം ബ്ലോക്കിൽ ജൈവ മിഷന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ആക്ഷൻ പ്ലാനിനും രൂപം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. ജോമി തെക്കേക്കര, നിസാമോൾ ഇസ്മായിൽ, VP സിന്ധു, പ്രിയാമോൾ തോമസ്, ഡോക്ടർ S അനുപം, ഡോക്ടർ K തങ്കമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ പുതുതായി ഏതെല്ലാം പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ചിന്തയുമാണ് ഈ യോഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അത് ഉത്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ചേരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പദ്ധതികൾ നടപ്പിലാക്കാൻ ഏറ്റവും ഗുണകരമായ ഇന്ധനങ്ങൾ നൽകാനും ഒക്കെ വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പോകുന്നത്. വരുന്ന സാമ്പത്തിക വർഷം ഇപ്പോൾ ഈ വിഷ്ണുകൂടി ഏരിയ സൂചിപ്പിച്ചതുപോലെ ജൈവ കൃഷി പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള പദ്ധതി കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും നല്ല പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പ്രത്യേകിച്ച് ഇവിടുത്തെ കൃഷി ഓഫീസർമാർ ഏരിയ ഉൾപ്പെടെയുള്ള വലിയ ടീം ആത്മാർത്ഥമായ സമഗ്രമായി നിരവധി മുന്നേറ്റങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ആളുകളിൽ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളിലൂടെ നമുക്ക് വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരുന്നു. KCV ന്യൂസ്, കോതമംഗലം.